ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 23/11/2024 നടന്ന LGS വേരിയസ് തസ്തികയിലുള്ള LGS ആണ്. അപ്പോൾ അതില് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലേക്കായിരുന്നു രണ്ടാമത്തെ PSC നടത്തിയ രണ്ടാം ഘട്ട ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് പരീക്ഷ നടന്നിരുന്നത്. അപ്പൊ ആരും പേടിക്കേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പഴയ ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ തന്നെ എടുത്തു ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പം പിടിച്ച ചോദ്യങ്ങളും ഒക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെ ഏതാനും ഭൂമിശാസ്ത്രം, ഭരണഘടന തുടങ്ങിയ അതെല്ലാം എന്ത് തന്നെയായിരുന്നു, എളുപ്പമായിരുന്നു. പക്ഷെ കറണ്ട് അഫയേഴ്സ് കുറച്ച് സയൻസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് ടഫായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഇതിനകത്ത് പ്രസ്താവനകൾ കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കോ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടന്റ് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ സജഷൻ എല്ലാം കമന്റ് വഴി എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു. നാലാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത് പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു. ഇതില് നമുക്കറിയാം, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നതാണ് പോർട്ടൽ സിര. അതായത് ഈ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇത് തെറ്റാണ്. ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു, ഇല്ല, പോർട്ടൽ സിര അങ്ങനെ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. അങ്ങനെ നമ്മൾ പോർട്ടൽ സിര ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഹൃദയത്തിലേക്ക് എത്തിക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്ന പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു, അത് ശരിയാണ്. അപ്പം 2ഉം 4ഉം പ്രസ്താവന ശരിയായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏത്? കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് മലപ്പുറം, തൃശൂർ, നിലമ്പൂർ, മങ്കട. ഇതിൽ നിലമ്പൂർ ആണ് ഫസ്റ്റ് ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഇൻ കേരള. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് വരുന്നത് നിലമ്പൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് ആണ്, എംപോക്സ്, മങ്കിപോക്സ്, എംപോക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആസാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ്, ഓപ്ഷൻ സി, നാഗാലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോട് അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് കർസ, KARSAP. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏത്? പ്ലാസ്മോഡെസ്മേറ്റ. ഓക്കെ, പ്ലാസ്മോഡെസ്മേറ്റയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? അമേബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി ഏത്? ഇതൊക്കെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നതാണ്, സയൻസിനകത്ത്. സോ ആൻസർ ഈസ് നെഗ്ലേറിയ ഫൗളിയറി. ഓക്കെ, നെഗ്ലേറിയ ഫൗളിയറി, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ഇത് നമ്മൾ ഈ അടുത്തിടയ്ക്കും കൂടി വായിച്ചിരുന്നു അല്ലെ? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്
PSC ബുള്ളറ്റിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതിന്റെ ഒരു 2-3 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് അമൃതമാണ്. ഓപ്ഷൻ സി അമൃതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് പെരികാർഡിയം, പ്ലൂറ, കൺജങ്ക്റ്റൈവ, സൂക്ഷ്മസ്തരം. ഏതായിരിക്കും? ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്തരം പ്ലൂറയാണ് കേട്ടോ. ഓപ്ഷൻ ബി പ്ലൂറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത്? കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവാർഡ്സ് നോക്കിയിരുന്നു. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്ക്. 3 പേർക്കാണ് രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് നമുക്കറിയാം കരളാണ്. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗമേത്? അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രോഗം, അതായത് പ്രോട്ടോസോവ, ബാക്ടീരിയ, അങ്ങനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ഇതിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാ? ക്ഷയം, മലമ്പനി, എലിപ്പനി, എയ്ഡ്സ്. ഇതിൽ പ്രോട്ടോസോവ രോഗം ഏതായിരിക്കും? യെസ്, മലമ്പനിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി മലമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഓക്കെ, ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം EEG ആണ് കേട്ടോ. EEG. ഓപ്ഷൻ സി EEG. നമ്മൾ ECG ഒക്കെ കേൾക്കുമ്പോൾ എല്ലായ്പ്പോഴും ECG കൊടുക്കരുത്. ഇത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് EEG. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ് രാസോർജം. ഓപ്ഷൻ എ രാസോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പൊ തന്നെ നമ്മൾ 17 എണ്ണത്തിനകത്ത് ഒരു 5-ൽ കൂടുതൽ പ്രീവിയസ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ആരും പേടിക്കേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ കുറേ അധികം പഠിക്കുക, മീൻസ് ഓരോന്ന് കേട്ട് കേട്ട് പഠിക്കുക. അതേപോലെ തന്നെ മാത്സ്, റീസണിങ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതൊക്കെ എല്ലായ്പ്പോഴും ഒരു മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്തായാലും സോൾവ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ചുള്ള കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ ആ ഒരു 4 ഓപ്ഷനകത്തുനിന്ന് ആ 4 ഓപ്ഷൻ എന്താണെന്നുള്ളതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമം ആണ് ഞാൻ പറഞ്ഞത്. മിനിമം 10 എന്നാണ് ഞാൻ പറഞ്ഞത്. 10ഓ 20ഓ എത്ര വേണമെങ്കിലും ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. യെസ്, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിലാണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ള, ഇവിടെ ആറ്റത്തെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ. നമ്മൾക്ക് പ്രസ്താവനകൾ നോക്കാം. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന കണങ്ങൾ കൊണ്ടാണ്. ചെറു കണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയുത്തരം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. അതും വളരെ ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയും പ്രസ്താവനകളിനകത്ത് തെറ്റും ശരിയും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക, എല്ലാ ധാതുക്കളും അയിരാണ്. അതാണ് ഫസ്റ്റ് എണ്ണം. പിന്നെ നെക്സ്റ്റ് എന്താണ്? എല്ലാ ധാതുക്കളും അയിരാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ അയിരും ധാതുക്കളാണ്. അത് ശരിയാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമുണ്ട്. സോ മുകളിലെ പ്രസ്താവനകളിൽ 2 ശരിയാണ്, 1ഉം 3ഉം
തെറ്റാണെന്ന് പറയാം. അപ്പൊ 1, 3 തെറ്റെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, 2 മാത്രം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 2 മാത്രം ശരിയാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? സോ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അപ്പൊ നമുക്കിവിടെ രചയിതാക്കൾ തന്നിട്ടുണ്ട്, കൃതികളും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് അപ്പം 4 രചയിതാക്കളും 4 കൃതികളും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വരാഹമിഹിരൻ. വരാഹമിഹിരൻ രചിച്ച കൃതി എന്ന് പറയുന്നത് എന്താണ്? ലഘുജാതകമാണ്. ഇതിനകത്ത് അറിയാവുന്നതാണ് ആദ്യം നോക്കേണ്ടത്, ലഘുജാതകം. പിന്നീട് കാളിദാസൻ രചിച്ചത്, കാളിദാസന്റെ ഒക്കെ എല്ലായ്പ്പോഴും നമ്മൾ പഠിക്കുന്നതല്ലേ, എ ആണ്, വിക്രമോർവശീയം. ഓക്കെ. നെക്സ്റ്റ് വിശാഖദത്തൻ. വിശാഖദത്തൻ്റെത് വരുന്നത് മുദ്രരാക്ഷസമാണ്. ശുദ്രകൻ വരുന്നത് മൃഷകടികം. സോ ഇങ്ങനെ നമുക്ക് 1 ബി, 2 എ, 3 ഡി, 4 സി വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൃത്രിമോ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. നമുക്കിവിടെ നോക്കാം, PSLV C-57. ഓക്കെ. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? തന്നിരിക്കുന്നതിൽ ആഗസ്ത് കോംതെ. ഓക്കെ, ആഗസ്ത് കോംതെയാണ് സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? യെസ്, തെക്കേ അമേരിക്ക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന ജലം. ഓക്കെ അല്ലേ? ജലദിനത്തിന്റെ ആണോ, വനദിനത്തിന്റെ ആണോ, മണ്ണ് ദിനത്തിന്റെ ആണോ, പരിസ്ഥിതി ദിനത്തിന്റെ ആണോ? മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് എന്തിന്റെ സന്ദേശമാണ്? മണ്ണ് ദിന സന്ദേശമാണ്. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷമേത്? 1988 ആണ് ശരിയുത്തരം ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്? റെഡ് ഡേറ്റ ബുക്ക്. ഓക്കെ, IUCN ആണ്. IUCN ആണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഓപ്ഷൻ ബി സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ത്? കറണ്ട് അഫയേഴ്സ് അല്ലേ? സിഗ്. ഓക്കെ, സിഗ് ആണ് സിംബാബ്വെ പുറത്തിറക്കിയ പുതിയ കറൻസിയുടെ പേര്, സിഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിന്റെ രാസനാമം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ്. ഓക്കെ അല്ലേ? കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓക്കെ അല്ലേ? ജോഗ്രഫിയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ശരിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ശരിയാണ്, അതും ശരിയാണ്.
ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. യെസ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോൾ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് യെസ് ഇന്ദിര പോയിന്റ്. ഇപ്പോഴും ഒഫീഷ്യലി നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ് തന്നെയാണ്. സോ ഇവിടെ എല്ലാം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. അത് ശരിയാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. അത് ശരിയാണ്. സോ ഇവിടെ 2ഉം 4ഉം മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെരിയാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? പെരിയാറിന്റെ നീളം ഈ തന്നിരിക്കുന്നതില് ഇല്ല അല്ലെ. 225 235 325 335. സോ ഇത് ക്യാൻസൽ ആയി പോവും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം തെറ്റുത്തരം പോലെ ഒന്നാണ് നമുക്ക് വേണ്ടത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ലോകസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭയാണ്. സോ നമുക്ക് തെറ്റു പറയാം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത അംഗങ്ങൾ. യെസ്, ശരിയാണ് അല്ലെ. ബന്ധമുള്ളതാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ അല്ല. ഓക്കെ അല്ലേ? ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. അപ്പൊ ഇവിടെ ബന്ധമില്ലാത്തത് 1ഉം 2ഉം 1ഉം 3ഉമാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. സാമ്പത്തിക വളർച്ച എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വളർച്ച ഗുണപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നില്ല. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. അത് ശരിയാണ്. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. സാമ്പത്തികവും സാമൂഹികമായ ഘടകങ്ങൾക്ക് ഊന്നൽ ഇല്ല. സാമ്പത്തിക വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം യെസ് പോർച്ചുഗൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്ര നോബൽ 2ാമത്തെ അല്ലെ നോബൽ സമ്മാനത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ശരിയാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. ചെറുകുടൽ, വില്ലസ് അല്ലെ. കാണുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. അത് തെറ്റാണ്. അപ്പം 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി? ഇൻഡയറക്ട്ലി ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നു അല്ലെ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ. ഓക്കെ, വിറ്റാമിൻ എ ആണ്. ഓക്കെ,
മഞ്ഞപ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വിറ്റാമിൻ എയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നാളികേരമാണ്. ഓപ്ഷൻ ബി നാളികേരം ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? 30%. ഓപ്ഷൻ സി 30%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? കണ്ടിന്യൂസ് റെഗുലർ ക്വസ്റ്റ്യൻ അല്ലെ. കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലായിരിക്കും? യെസ്, വയനാട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഡൗട്ട് തോന്നും ചിലർക്ക് എറണാകുളമാണോ ആലപ്പുഴയാണോ എന്നുള്ളത്. ഏത് ജില്ലയാണ്? യെസ്, ആലപ്പുഴയാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. യെസ്, ശാസ്താംകോട്ട കായൽ. ഓക്കെ, ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതെന്തായാലും കാണുക. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓക്കെ അല്ലേ? നമുക്കിവിടെ 4 സംരക്ഷിത ജീവികളെ തന്നിട്ടുണ്ട്, 4 വന്യജീവി സങ്കേതങ്ങൾ തന്നിട്ടുണ്ട്. റീഡ് തവളകൾ. റീഡ് തവളകൾ നമുക്ക് കാണാൻ പറ്റുന്നത് കക്കയത്താണ്. കക്കയം വന്യജീവി സങ്കേതം. നെക്സ്റ്റ് വരുന്നത് ചാമ്പൽ മലയണ്ണാൻ. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ് നമ്മൾ കാണുന്നത്? ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ. നെക്സ്റ്റ് വരുന്നത് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം. വരയാടിനെ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഇരവികുളം. സോ നമുക്ക് എ 4 വരണം, ബി 3 വരണം, സി വരുന്നത് 1, ഡി വരുന്നത് 2. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസവും കൂടെ ഉള്ളതിലായിരുന്നു നമ്മൾ നോക്കിയത്. മമ്മൂട്ടിയാണ് കേട്ടോ. ഓപ്ഷൻ ബി മമ്മൂട്ടി. നൻപകൽ നേരത്തെ മയക്കം മമ്മൂട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയയാണ് ഏകദിന ലോകകപ്പ് ജേതാക്കൾ 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ല. ഓക്കെ, ഓപ്ഷൻ എ പത്തനംതിട്ട ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. 2018. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തതാര്? കറണ്ട് അഫയേഴ്സിനകത്തേക്ക് റാം കെയർ ഓഫ് ആനന്ദി ഭയങ്കരമായിട്ട് റീഡ് ചെയ്തൊരു ബുക്കാണ് അല്ലെ. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തതാര്? കഥാപാത്രമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സുമതിയാണ്. ഇവിടെ മല്ലിനെ കുറിച്ച് രേഷ്മ കിരണൊക്കെ ഉണ്ട്. സി സുമതിയാണ് ഇല്ലാത്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ ഇതാണ്. ഓക്കെ, ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് അയൺ, ഇരുമ്പ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. യെസ്, 2003. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 2003. ഓപ്ഷൻ എ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക രാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്?
വിസ്തൃതിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ സമയത്തുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഗഗൻയാൻ. ഓക്കെ അല്ലേ, ഗഗൻയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യെസ്, ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്ഷൻ സി, ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ. ഓക്കെ, മനു ഭാക്കർ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്, ക്വസ്റ്റ്യന്റെ രീതി മാറിയെന്നേ ഉള്ളൂ അല്ലെ, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞാലും കണ്ടെത്തിയിരുന്നു, മീൻസ് കാണാൻ പറ്റിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഒരു തവണ നിങ്ങൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരുപാടധികം ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ രീതി ഒന്ന് മാറും എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ഒരുപോലെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? യെസ്, കൊൽക്കത്ത. ഓപ്ഷൻ സി, കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലകൾ, കാരക്കോറം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇന്ത്യൻ ഭരണഘടന കാണുമ്പോൾ തന്നെ ഡോക്ടർ BR അംബേദ്കർ കൊടുക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് എഴുതി തയ്യാറാക്കിയത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നടന്നത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിയുമായിട്ടുള്ളതാണോ? അല്ല. അത് കഴിഞ്ഞിട്ട് ഈ റീസെന്റ് നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? യെസ്, സ്ഥിരതയോടു കൂടിയ വളർച്ച ശരിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലുള്ള സ്വശ്രയത്വം. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വരുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇല്ല, 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? നോക്കാം, മാർഗങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. ഏതാണ്? 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മാർഗങ്ങൾ സൈനിക നടപടി, ലയന കരാർ, അനുരഞ്ജനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്?
താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. CS കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ നമ്മൾ നോക്കാം. അതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം ഇല്ല. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം ശരിയാണ്. കോത്താരി കമ്മീഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അപ്പൊ 2ഉം 4ഉം ശരി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലിയാണ്. ഓപ്ഷൻ എ ഇറ്റലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതിയും ഹൈക്കോടതിയും മുനിസിപ്പൽ കോടതി. ഇതില് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് 1ഉം 2ഉം തന്നിട്ടില്ല അല്ലെ? ഓപ്ഷനിൽ 1ഉം 2ഉം എന്ന് തന്നിട്ടില്ല. പക്ഷെ 3 ശരി. ഓക്കെ, സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമുക്ക് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. 1821 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യ കലാപത്തിന്റെ കാരണം. അപ്പൊ നമുക്കിവിടെ 3 കാരണങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് ശരിയാണ്, അതൊരു കാരണമായിരുന്നു. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, അതും ശരിയാണ്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും അതിന്റെ ഒരു കാരണമായിരുന്നു. സോ 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. പാലക്കാടാണ്. ഓപ്ഷൻ സി പാലക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത്. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷക വംശം ഭരണം നടത്തിയിരുന്നത് കോലത്തുനാട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, കോലത്തുനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്.
കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂർ ശരിയാണ് അല്ലെ? താന്തിയ തോപ്പിയും നാനാ സാഹിബുമാണ് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത്. ബീഗ്രം ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. അല്ല. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. അല്ല. അപ്പൊ നമുക്ക് ശരി ഉത്തരം ഒന്ന് മാത്രം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. 78ാമത്തെ ക്വസ്റ്റ്യൻ. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം. യെസ്, പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതാണ് പുസ്തകം. പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 79. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത്? അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം. ഓപ്ഷൻ സി ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെയാണ്? സ്വദേശി അമൃത് ബസാർ പത്രികയല്ല, സ്വദേശി ചിത്രമില്ല, മിറാത്ത് ഉൽ അക്ബർ ശരി ഉത്തരം, സമ്പാദ് കൗമുദി ശരി ഉത്തരം. സോ 3ഉം 4ഉം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടം തൊട്ട് നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ് തുടങ്ങുവാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ്, ചിലപ്പം കുറേ അധികം ബേസിക് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമന്റിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം, അത് കാണണേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുക കാണുക. അപ്പൊ ഇതിന്റെ എല്ലാം ഞാൻ ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ഈ 20 ക്വസ്റ്റ്യൻസിന്റെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്, ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സും എല്ലാം ചേർത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സിന്റെ വീഡിയോസ് റീസണിങ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എൻ്റെ ഒരുപാട് സ്റ്റുഡൻസും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സിന്റെ ഡീറ്റെയിലിംഗ്, റീസണിങ്ങും മാത്സും ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുള്ളത്. സോ അതിന്റെ കുറച്ചധികം വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. സോ ഇവിടെ തുക കാണുക. 3 + 6 + 9 + 90 വരെ 3 ഗുണനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ആൻസർ വരുന്നത് എന്തായിരുന്നു? 1395 ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ബിയുടെ അച്ഛനാണ്, സി ഡിയുടെ സഹോദരനാണ്, ഇ സിയുടെ അമ്മയാണ്, ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്ക് എയുമായുള്ള ബന്ധം എന്ത്? ഞാൻ ഇപ്പോഴും പറയുന്നു ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് കമന്റിനകത്തുണ്ടാവും. അപ്പൊ അതൊന്ന് നോക്കുക, അത് കാണുക, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പോവുക. അപ്പൊ നമുക്ക് അതിന്റെ ഞാൻ ഏറ്റവും ബേസിക് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ അത് മാക്സിമം യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ 82ന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഭാര്യയാണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് HORSE എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ശരിയുത്തരം വരുന്നത് യെസ് KNIFE ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 84. ഹരണം എന്നാൽ ഗുണനവും, മൈനസ് എന്നാൽ പ്ലസും, പ്ലസ് എന്നാൽ മൈനസും, ഗുണനം എന്നാൽ ഹരണവും എന്നാണെങ്കിൽ 4/3 -2 + 6 × 3ന്റെ വില എത്ര? അപ്പം വില എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ ഫുൾ 20 ക്വസ്റ്റിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അത്. അപ്പൊ അത് മാക്സിമം അത് നോക്കുക. ഓക്കെ, ഇവിടെ ആൻസർ മാത്രം പോവാ. അപ്പൊ സെയിം മാത്സും റീസണിംഗും ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, പക്ഷെ എന്താണ് സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം അത് എങ്ങനെയാണെന്നുള്ളത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കി തന്നെ പോവുക. സോ 84ാമത്തെ എന്ന് പറയാൻ നേരത്ത് നമുക്ക് 12 ആണ് ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സും വൈയും ഒറ്റ സംഖ്യ ആണെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 85ലെ ഓപ്ഷൻ സി എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റയാൻ ആര്? ഇവിടെ നമ്മൾ ഒറ്റയാന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ, അഭാജ്യ ഘടകം. അപ്പം ഒറ്റയാൻ ആര്? ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഒറ്റയാൻ വരുന്നത് യെസ് ഓപ്ഷൻ ബി 47 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1,00,000-ൽ എത്ര 100 എന്നുള്ളതാണ് ചോദ്യം. 1,00,000-ൽ എത്ര പൂജ്യം ഉണ്ട്? 5 പൂജ്യം. 1,00,000-ൽ എത്ര 100 1000 100. അപ്പം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ വീഡിയോനൊക്കെ അകത്തുണ്ട് കേട്ടോ. 88, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിനേക്കാൾ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? യെസ്, 3 വയസ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് എൻഡിലും ഞാൻ നമ്മളുടെ ആ ഒരു വീഡിയോ ഞാൻ പിൻ ചെയ്തിരിക്കാം. അപ്പൊ അതൊന്ന് നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാമൻ ഒരു ക്യൂവിൽ നിന്ന് 9-മനും പിന്നിൽ നിന്ന് 15-മനും ആണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? എത്ര പേരായിരുന്നു? യെസ്, 9 + 15 - 1 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 23 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം 2024. നമുക്ക് ലീപ്പ് ഇയർ ആണ്. ഡിവൈഡഡ് ബൈ 24/4 ചെയ്യുമ്പോൾ അപ്പൊ അടുത്തത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി, 20 ഇത്ര വർഷങ്ങൾ അല്ലേ. അപ്പൊ നമുക്ക് 2052-ലാണ് അടുത്തത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √(x/221) = 2 ആയാൽ എക്സിന്റെ വില എന്ത്? എക്സിന്റെ വില എങ്ങനെയായിരുന്നു? നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒക്കെ എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ 91-ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 884 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടാവുന്ന സംഖ്യകളുടെ ശരാശരി എത്രയായിരുന്നു? യെസ്, 27 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 23 + 4. യെസ്, ഓരോ സംഖ്യയോടും കൂട്ടിയത് കൊണ്ടാണ് 10 സംഖ്യകളുടെ ശരാശരി. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്നതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്കൂട്ടർ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? വാങ്ങിയ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 2 തരത്തിൽ കണ്ടുപിടിക്കാം. ആ 2 രീതിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആൻസറിൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 9,200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടിയ വില വെച്ചിട്ട് വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആൻസർ വരുന്നത് 8000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/h വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? 48 ആയിരുന്നു കണ്ടുപിടിച്ചിരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി 48. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2, 11, 32 അടുത്ത സംഖ്യ ഏതായിരുന്നു കണ്ടുപിടിച്ചത്? യെസ്, അടുത്ത സംഖ്യയായിട്ട് വരുന്നത് 71 ആണ്. കുറച്ച് പാടാണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾക്ക് വേഗം ചെയ്ത് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതേത്? പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തതേത്? അപ്പൊ നമുക്ക് പൈതഗോറസ് ആണെങ്കിൽ ഇങ്ങനെ 3 സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ a² + b² = c² കിട്ടണം. ഓക്കെ അല്ലേ? അങ്ങനെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പൈതഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് 8, 7, 3 മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് a² + b² = c² നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 + 2 × 3 - 1/2 × 6 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യുക? ബോർഡ് മാസ് യൂസ് ചെയ്യുക. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തതിന്റെ ഉണ്ട്. സോ ബോർഡ് മാസ് നമ്മൾ റൂൾ യൂസ് ചെയ്യാൻ നേരത്ത് ഇവിടെ ആൻസർ കിട്ടുന്നത് 8 ആണ്. ഇവിടെ നമുക്ക് 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പൊ ഇവിടെ ലസാഗു നമുക്ക് കിട്ടുന്നത് തന്നിട്ടില്ലായിരുന്നു. സോ ഇത് ക്യാൻസൽ ആയി. ഓക്കെ അല്ലേ? ഇത് ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് 17/5 ആണ്. ഓപ്ഷൻ ഡി 17/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.1 × 1.11 വില കാണുക. നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 1.221 ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ സൂക്ഷ്മമായിട്ട് തന്നെ ചെയ്യണേ, കാരണം ഇവിടെ കണ്ടോ ആൻസേഴ്സ് എല്ലാം ശരിയാണ്, പക്ഷെ പോയിന്റ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ആ 20 ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് സോൾവ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കാണണം. നെക്സ്റ്റ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടത് അതെല്ലാം ഡീറ്റെയിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.